ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗീ കേക്കാണ്. അത് നമ്മൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു ഗീ കേക്ക്. അത് പ്ലം കേക്കിൻ്റെ അത്രയും സാധനങ്ങളൊന്നും അതിനാവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ കപ്പിനെ 3/4 കപ്പ് ഞാൻ പഞ്ചസാര ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നെയ്യ്, ഇതും ഒരു 100 ഗ്രാം നെയ്യ് കാണും. ഇതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാമെന്ന്. ഇനി അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ടീസ്പൂണിന് 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി അതിന് വേണ്ടി എടുത്തിട്ടില്ല. 3/4 കപ്പിൽ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഇത്ര മൈദയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ഇതിൽ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രം. ഒരു പ്രാവശ്യം അരിച്ചെടുക്കാം. അത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇട്ട് മാറ്റി വെക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 1 കപ്പ് പാലാണ്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം. ഇത് ഈ മൈദ 3 പ്രാവശ്യമായിട്ട് ഇടണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലിട്ട്. പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി മൈദയിൽ ഇട്ട് കൊടുക്കാം. ഇത് പ്ലം കേക്കിൻ്റെ അത്രയും ബാറ്റർ അത്രയും തിക്കായിട്ട് വേണ്ട, കുറച്ച് ലൂസായിട്ട് ഇരുന്നാൽ മതി. കുറച്ച് പാലോട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഇരിക്കണേ. അപ്പം ഈ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓവനിലേക്ക് മാറ്റുകയാണ്. ഇത് ഓവന് 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ കേക്കിൻ്റെ ട്രേയിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ കാണാം. അതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് സ്ക്വയർ വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണ്. കാരണം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാം.
ഈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു പീസ് കാണിക്കാം എടുത്ത്. ഇത് ഞാൻ ചൂടോട് കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇവിടെ സൈഡ് ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത്. തണുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.